2500 രൂപ കുടുംബ മറ്റേ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞു. സീനിയർ സിറ്റിസൺ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന് പറഞ്ഞു. അത് ഇതുവരെ ആക്കിയിട്ടില്ല. അവർ ഈ മന്ത്രിസഭ തീരെയില്ലേ. പിന്നെ എന്തായാലും അടുത്ത വരുന്ന മന്ത്രിസഭയിൽ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത്. ഒരു ഭരണമാറ്റം എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിനധിഷ്ഠിതമായ രീതിയിലുള്ള തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ അടുത്ത് വരുന്ന ഒരു സർക്കാരിലേക്ക് കൊടുക്കപ്പെടുന്നൊരു പണിയായിട്ട് തന്നെ കാണാൻ സാധിക്കും. കാരണം നമ്മുടെ സാമ്പത്തിക ഭദ്രത അത്രമാത്രം ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ KSRTC ജീവനക്കാരനാണ്. ഇനി ഞങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഈ 10 വർഷം കൊണ്ട്. അത് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ട് ആ കാര്യത്തിൽ. ഇന്ന് സംസ്ഥാന സർക്കാർ 2026 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ ബഡ്ജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ അവിടെ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് എത്രത്തോളം സ്വീകാര്യമാകുമെന്നതും ഒരു ചോദ്യചിഹ്നമാണ്. അതായത് ഈ 2026 അവിടെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അവതരിപ്പിച്ച ബഡ്ജറ്റ് അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നതും ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇവിടെ നിഴലിക്കുകയാണ്. മാത്രമല്ല ഇനി ഒരു മൂന്നാം ഭരണം ഇവർക്കുണ്ടാകുമോ എന്നതെല്ലാം തന്നെ ഒരു ചോദ്യമാണ്. ഒരു ഗിമിക്കിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. മാത്രമല്ല ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാകെ അത് തിരഞ്ഞെടുപ്പിന് 1.5 മാസം മാത്രമാണ് ശേഷിക്കുന്നത്. ഈ 1.5 മാസം മാത്രം ശേഷിക്കുമ്പോൾ ഇത്രയധികം വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് വലിയ ഒരു ആശയാണ് അവർക്ക് മുന്നിലേക്ക് നൽകുന്നത്. എന്നാൽ എത്രത്തോളം പൊതുജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനോട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നാണ് അവർ തന്നെ സ്വയം അവകാശപ്പെടുന്നത്. പക്ഷെ അത് പൊതുജനങ്ങൾക്ക് എത്രത്തോളം സ്വീകാര്യമാണ്? പൊതുജനങ്ങൾക്ക് ഇതൊന്നും നടക്കാത്ത കേസെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒന്നാമത് കേരള ഗവൺമെൻറ്റിന് അത്രത്തോളം സാമ്പത്തിക ശേഷി ഇല്ല. മറ്റ് കർണാടക തമിഴ്നാട് പോലെ അത്രത്തോളം ഡെവലപ്മെൻറ്റ് ഇവിടെ കേരളത്തിൽ വരില്ല. അതിനുള്ള ഒരു വ്യവസായങ്ങൾ വല്ലതൊന്നും പുതിയതായിട്ടൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഉള്ളത് വെച്ചാൽ അവർക്ക് തൃപ്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഉള്ളത് വെച്ച് പട്ടിണിയില്ലാതെ കഴിയുമെന്ന് പറഞ്ഞ പോലെ ഈ ഉള്ള ഇത് വെച്ച് അവർക്ക് കൊടുക്കുന്ന അത്രേ ഉള്ളൂ. വേറെ ഒന്നും പുതിയതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ 2500 രൂപ മറ്റേ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞു. സീനിയർ സിറ്റിസൺ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന് പറഞ്ഞു. അത് ഇതുവരെ ആക്കിയിട്ടില്ല. അവർ ഈ മന്ത്രിസഭ തീരെയില്ലേ. പിന്നെ എന്തായാലും അടുത്ത വരുന്ന മന്ത്രിസഭയിൽ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പം ഇവർക്ക് ഉറപ്പുണ്ടാവുമോ ഈ ഒരു മന്ത്രിസഭ ഇനി കിട്ടില്ല, ഇനി UDF ഭരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണോ ഇങ്ങനൊരു രീതിയിലേക്ക്? അതിപ്പോൾ ഒരാളുടെ മനസ്സിലേക്ക് നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല. ആർക്ക് വോട്ട് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ എല്ലാം കൂടെ ഇപ്പോൾ BJPക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും അവർ ഇത് മന്ത്രിസഭ കയറുമെന്ന് തോന്നണില്ല. അത്രത്തോളം ജനങ്ങൾ ഇറങ്ങി ചെന്നിട്ടില്ല. UDF വരുമെന്നുള്ള ചില വിശ്വാസം. ഇത് മൂന്നാം പിണറായി സർക്കാർ വരുമെന്നും മറ്റൊരു വിശ്വാസം. ആരെങ്കിലും വരട്ടെ, ജനങ്ങൾ അങ്ങനെ പഠിക്കട്ടെ ഓരോന്നായിട്ട്. ആര് വന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക, അത്ര തന്നെ. അത്രേ ഉള്ളൂ. ഈ 2500 രൂപ പെൻഷനും കുറേ സീനിയർ സിറ്റിസൺ ഈ വയസ്സായ ആൾക്കാർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള കുറച്ചെങ്കിലും കിട്ടിപ്പോയാൽ. ഇതിപ്പോൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്യല്ലേ അവർ കഴിയേണ്ടത്. മക്കളെ കഴിയുന്നപ്പോൾ അവർക്ക് കുറേ 500 രൂപ കൂടുതലിട്ട് അത്രയും കൂടുതൽ ഗുളിക വാങ്ങിക്കാനും അവർക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ്സിൻ്റെ പൈസയെങ്കിലും കിട്ടുമല്ലോ. അതുകൊണ്ട് അതൊന്നും അവർ ആക്കിയില്ല, പറഞ്ഞില്ല. എന്തോ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് എത്രമാത്രം അത് പ്രാവർത്തികമാക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യമില്ല. പിന്നെ ലക്ഷ്യം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് അടുത്ത വരുന്ന ഭരണം പിടിക്കുന്ന ആൾക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റായിട്ട് പണി കൊടുക്കാൻ അത് കൃത്യമായിട്ട് അടുത്ത ഒരു ഭരണത്തിലേക്ക് വരാൻ പോകുന്ന ഒരു മുന്നണിക്ക് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണവ്യവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഒരു ഭരണമാറ്റം എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിനധിഷ്ഠിതമായ രീതിയിലുള്ള തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ അടുത്ത് വരുന്ന ഒരു സർക്കാരിലേക്ക് കൊടുക്കപ്പെടുന്നൊരു പണിയായിട്ട് തന്നെ കാണാൻ സാധിക്കും. കാരണം നമ്മുടെ സാമ്പത്തിക ഭദ്രത അത്രമാത്രം ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സാധാരണക്കാരൻ്റെ മേൽ കൂടുതൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യവസ്ഥയും കൂടെ കടന്നുകൂടാൻ ഇതുവഴി സാധ്യമാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വന്നിട്ടുള്ള കണക്കാക്കുകയാണെങ്കിൽ നല്ല തീരുമാനമാണ്. കാരണം സർക്കാർ ജീവനക്കാർക്ക് അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പം പ്രതിപക്ഷ നേതാവാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും പറയുന്നുണ്ട് ഇത് വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണ്, ഒരു ഗിമ്മിക്കാണെന്ന്. അതിനെക്കുറിച്ച് എന്താ പറയുക? ഒരിക്കലുമല്ല. കാരണം നമുക്ക് കിട്ടാൻ അർഹതയുള്ളത് അവർ തരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വോട്ടിന് വേണ്ടിയിട്ടോ ഒന്നിനു വേണ്ടിയിട്ടോ അല്ല. എനിക്ക് അഭിപ്രായം പറഞ്ഞാൽ ഞാൻ എതിരഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതോട് ശരിയില്ല. പിന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞതൊന്നും അല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് പറയേണ്ടത് ഞാൻ KSRTC
ജീവനക്കാരനാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഈ 10 വർഷം കൊണ്ട്. അത് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ട് ആ കാര്യത്തിൽ. അതുകൊണ്ട് ബഡ്ജറ്റിനെ കുറിച്ച് മോശമാണോ നല്ലതാണോ എന്ന് പറയുന്നതിന് ഞാനിപ്പോൾ തയ്യാറല്ല. ഇനിയൊരു തുടർഭരണം ഉണ്ടാകുമോ ഇങ്ങനെയാണെങ്കിൽ? അല്ല, അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് അതെ, നമ്മൾ പൊതുജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതാണ് അഭിപ്രായം. പ്രവചിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു തുടർഭരണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ പാടില്ല. ഇത് ശരിക്കും വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും നിങ്ങളെ പോലുള്ള പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് കൂട്ടുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 10 വർഷം കൊണ്ട് ഈ സർക്കാർ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. കാരണം വികസനത്തിൻ്റെ പേരിലായാലും മറ്റുള്ള പെൻഷൻ പദ്ധതിയുടെ പേരിലായാലും മറ്റുള്ള സ്കൂളിൽ അതിൻ്റെ രീതിയിലൊക്കെ എല്ലാം നോക്കി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. പക്ഷേ ഇത് എന്താണ് അതാണ് നമുക്കറിയില്ല. കാരണം ബഡ്ജറ്റ് അവരാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് സാധാരണ പൊതുജനമായ നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇത് എൻ്റെ ഒരു വിശകലനത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപനത്തിൻ്റെ പേരിൽ മാത്രമല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഇതുവരെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ തുടർ നടപടി എന്നോണായിരിക്കണം ഇത് ചെയ്തിരിക്കാൻ സാധ്യത. അതാണ് എനിക്ക് പറയാനുള്ളത്.